practicing toxic relationships instead of practicing holiness. വിശുദ്ധിയിൽ കുടുംബം വളരുന്നതിന് പകരം വീടുകൾക്കുള്ളിൽ വിഷം കലരുകയാണ്. വിഷലിപ്തമാണ് വീടുകൾ. ടോക്സിക് റിലേഷൻഷിപ്സ്. ഈ വാക്ക് കേരള മുഖ്യമന്ത്രി കൊട്ടാരക്കരയിൽ നിന്ന് ഉമ്മന്നൂർ വാളകം വഴി പോകുന്ന നീലയും വെള്ളയുമുള്ള KSRTC ബസിന്റെ പുറകിൽ കേരള സർക്കാർ നൽകിയ ഒരു പരസ്യവാചകമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. എഴുതി വച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി: ടോക്സിക് ബന്ധങ്ങളിൽ നിന്ന് അകലം പാലിക്കുക. സമൂഹത്തിനറിയാം ബന്ധങ്ങളിൽ എന്തുണ്ട്? വിഷം കലരുന്നു. എന്താണ് വിഷലിപ്തമായ ബന്ധം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം? ഞാൻ 3-4 കൊച്ചു വാക്കുകൾ ഓർമ്മിപ്പിക്കാം. ഇന്ന് വീടുകൾ എവിടേക്ക് എത്തി നിന്നറിയാമോ? മിസ്യൂസ് ഓർ അബ്യൂസ് ഓഫ് ഡ്രഗ്സ് ഓർ ആൽക്കഹോൾ. വീടുകൾ ലഹരിയുടെയും മദ്യത്തിന്റെയും പിടിയിലേക്ക് അമരുകയാണ്. വീടുകൾക്കുള്ളിലേക്ക് വിഷം കലർന്നുകൊണ്ടിരിക്കുകയാണ്. തീർന്നില്ല. വിഷ്വൽ അഡിക്ഷൻസ്. എന്താ? വല്ലാതെ സാങ്കല്പിക ലോകങ്ങളിലേക്ക് യുവതലമുറ പോവുകയാണ്. തീരുന്നില്ല. വിശ്വസ്തരല്ലാത്ത ദമ്പതികളുടെ എണ്ണം വല്ലാതെ വർദ്ധിക്കുന്നു. അൺഫെയ്ത്ത്ഫുൾ പാർട്ട്നേഴ്സ്. പണ്ടൊരു വാക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, കവനന്റ് പാർട്ട്നേഴ്സ് എന്നാണ്. എന്നാ വാക്ക് പോയി, കൺവീനിയന്റ് പാർട്ട്നേഴ്സ് എന്നായി. എന്താ? ഉടമ്പടിയിലുള്ള ആളിനെ കൊണ്ടു നടക്കണമെന്നാണ് നമ്മൾ പഠിച്ചത്. ഇപ്പോ അങ്ങനല്ല, സൗകര്യമുള്ളവരെ കൊണ്ട് നടക്കാം. വിഷം കലരുന്നു വീടിന്റെ ഉള്ളിൽ. വീടിന്റെ ഉള്ളിൽ വിഷം കലർന്നാണ് അതൊരു തലമുറയെ ഇല്ലാതെയാക്കും. ഒരു തലമുറയ്ക്ക് സ്വാഭിമാനത്തോടും ആത്മവിശ്വാസത്തോടും ദൈവവിശ്വാസത്തോടും വളരുവാൻ ആ വീട്ടിൽ കഴിയുകയില്ല. ആത്മവിശ്വാസം പോകും, സ്വാഭിമാനം പോകും, ദൈവവിശ്വാസം പോകും. ഞാൻ അടിവരയിടട്ടെ ആ വാക്ക്: വീടിന്റെ ഉള്ളിൽ വിഷലിപ്തമായ ബന്ധങ്ങളിൽ നിന്ന് വിശുദ്ധിയിലേക്ക് നടക്കുവാൻ എന്നെ സഹായിക്കണമേ. ദൈവമക്കളെ, ഒരു സ്തോത്രം പറയുക, ആരാധനയും. കർത്താവേ, ഞങ്ങളുടെ വീടുകളെ ഒരു വിശുദ്ധിയിൽ നിൽക്കുവാൻ ബലപ്പെടുത്തണമേ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കണം.